Hi dears, Itzmeamaluz, welcome to my channel. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ഈ കുപ്പിയിലൊന്ന് വൈറ്റ് കോട്ട് ഒന്ന് ബേസ് ആയിട്ട് ചെയ്തു കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കുറച്ചുകൂടി ഒരു ബ്രൗണിഷ് കളറാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതങ്ങ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അതുകൊണ്ട് മാത്രമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. പിന്നെ അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് കളറ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മടലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഇത് ഈ കുപ്പിയിലേക്ക് ഒന്ന് കയറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു നീളം കിട്ടിയാൽ മതി, അതനുസരിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കുപ്പിയുടെ നെക്കിൻ്റെയും പിന്നെ ആ ഒരു കമ്പിൻ്റെയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ടോപ്പ് പോർഷൻ ഒന്ന് വളച്ചിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ട് കുറച്ച് വീതി കുറച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ടോപ്പ് ഭാഗം ഒന്ന് ചുരുട്ടി നമുക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിതിൽ വെച്ചിരുന്ന കമ്പില്ലേ, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് വൈറ്റ് പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് അതിനും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് കളർ നന്നായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പിന്നെ ആ കമ്പ് നമുക്ക് പുറത്ത് കാണാതെ ഇരിക്കുമല്ലോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് കുപ്പിയിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ കുപ്പിയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ആ മൗത്ത് പോർഷനിൽ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പം വിട്ടുപോകാതെ അവിടെ ഒന്ന് സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ. ഇനി അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനകത്തേക്ക് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കുപ്പിയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ടോപ്പ് പോർഷൻ കണ്ടു ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ചുരുട്ടി വെച്ച് കഴിയുമ്പോഴത്തേന് ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കഴിയുമ്പോൾ അവിടെ ഒന്ന് ചുരുണ്ട് വന്നോളൂ, ഒരു ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് നിന്നോളൂ. ഇനി നമുക്കിതിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബേസായിട്ടൊരു കാർഡ്ബോർഡ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്ലൂ നന്നായിട്ട് സ്റ്റിക്കി ആവുന്നതായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. വീണയാണ് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആ വീണയിൽ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ കമ്പികൾ കാണാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഈർക്കിളിയാണ് കേട്ടോ. നമുക്ക് എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണല്ലോ ഈർക്കിളി. ഇനി ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈർക്കിളിയാണ് എടുക്കുന്നത്. നമുക്ക് ഏറ്റവും സൗകര്യത്തിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ അതും ഗ്ലൂ ഗൺ ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടവിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മളിത് ഫുള്ളായിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കുപ്പിയുടെ ഒരു താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അതെന്തായാലും കുഴപ്പമില്ല, കാർഡ്ബോർഡ് കഷ്ണമോ എന്തെങ്കിലോ നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തൊരു ചെറിയൊരു തെർമോക്കോൾ പീസാണ്. അപ്പോൾ അതും ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്കി ആകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ നമ്മൾ ആ വൈറ്റ് പേപ്പർ ഒട്ടിച്ചില്ലേ, അതിലൊന്ന് ബ്ലാക്ക് കളർ കൊടുത്തിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. അതിലൊന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ ഈർക്കിൾ ഒട്ടിക്കുന്നതിന് മുന്നേ അത് കൊടുക്കുകയാണെങ്കിലും നന്നായിരിക്കും.
അതിനുശേഷം നമ്മുടെ പുറത്തുണ്ടായിരുന്ന കാർഡ്ബോർഡിന് നമ്മുടെ കുപ്പിക്ക് കൊടുത്ത് അതേ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് നന്നായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ആ ഒരു കളർ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമല്ലോ, അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അധികം ഓവറായിട്ട് ഇതിലൊന്നും ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു വീണയുടെ ഒരു ഷേപ്പ് വരുത്തിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കളർ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്തിരുന്ന തെർമോക്കോളിന് ഒരു ഗോൾഡൻ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുപ്പിയിൽ ഒരു റൗണ്ട് ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇപ്പോൾ ഒരു കോപ്പർ മെറ്റാലിക് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കണ്ട വീഡിയോകളിലൊക്കെ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവിടെയും കൂടെ ആ ഒരു കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഈർക്കിളിന് ഒന്ന് ഗോൾഡൻ കളർ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് ഈർക്കിളിലും കൂടെ ഞാൻ ഗോൾഡൻ കളർ കൊടുത്തിരുന്നു. ഇപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ആ വീണയുടെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു ചെറിയ ഇങ്ങനെ മുത്തുപോലെ ചെറിയൊരു കമ്പ് വന്നിട്ട് അതിൽ മുത്തുപോലെ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, എന്താ സാധനം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ഒരു പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുക കേട്ടോ. കുറച്ച് നീളത്തിലെടുത്തിട്ട് വീതി തീരെ കുറച്ച് മതി, ഇതേപോലെ എടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളത് ഇതിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൻ്റെ 2 സൈഡുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മേളിലൊരു മുത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീണയിൽ അങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ അറ്റത്തൊരു മുത്ത് പോലെ ഒരു മുത്തും കൂടെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ മാലയുടെ മുത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് ആദ്യമേ ഈ പേപ്പർ നമ്മൾ ചുരുട്ടിയതൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അതിന് ശേഷം ഈ മുത്തും കൂടെ അതിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് സാധാരണയായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലും ക്ലേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് 2 വശങ്ങളിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനടുത്ത് ആഴെ ഇതുപോലെ ഒരു സംഭവം വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ടയാണ് എടുത്തിരുന്നത്. ആ ചിരട്ട എടുത്തതിന് ശേഷം നമ്മുടെ കുപ്പിക്ക് കൊടുത്ത അതേ കളർ ഞാൻ അതിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ നമ്മൾ ആ മുത്ത് പോലെ സ്റ്റിക്ക് ചെയ്തിരുന്നില്ലേ, അതും ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ട് അതിന് മുത്തിന് ഞാൻ നമ്മൾ താഴെ കൊടുത്ത കോപ്പർ മെറ്റാലിക് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ചിരട്ട ഇതിൻ്റെ അടിയിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി അധികവും പണികളൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗണ്ണൊന്ന് നന്നായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ അത്ര സ്റ്റിക്ക് ആയില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും നല്ലതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനുള്ള സമയം കൂടി കൊടുക്കണം കേട്ടോ, എങ്കിലേ അവിടെ അതൊന്ന് സ്റ്റിക്കായിട്ട് നിൽക്കത്തുള്ളൂ. ചിരട്ടയാകുമ്പോൾ കുറച്ച് വെയിറ്റുള്ളതാണല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആകാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മളിതിലേക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു വീണയുടെ ഒരു കമ്പി പോലെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് നൂലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തത്. അപ്പം നൂല് നന്നായിട്ട് വലിച്ചു വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ, വേറെ അഡീഷണൽ ഇതിലൊന്നും ഞാൻ ഇനി ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്